Hello dear students, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം +2 കമ്പ്യൂട്ടർ സയൻസിന്റെ ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. രണ്ട് പാർട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് സ്ട്രക്ചേഴ്സ് ആണ്, രണ്ടാമത്തെ പാർട്ട് പോയിന്റേഴ്സ് ആണ്. നമുക്ക് തുടങ്ങി നോക്കാം. സ്ട്രക്ചേഴ്സ്. എന്താ സ്ട്രക്ചേഴ്സ്? ഈ സ്ട്രക്ചർ എന്താണെന്നുള്ള അറിയണമെങ്കിൽ ആദ്യം നമ്മുടെ +1 ടോപ്പിക്കിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. +1 ചാപ്റ്റർ നമ്പർ 8 നമ്മൾ ഡിസ്കസ് ചെയ്ത അറേ. എന്താ അറേ? അറേ ഈസ് എ കളക്ഷൻ ഓഫ് ഒരേപോലെയുള്ള സാധനമാണ്, കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് ആണ്. എന്ന സ്ട്രക്ചർ എന്താ? കളക്ഷൻ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആണ് സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ആണ്. ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് അണ്ടർ സിംഗിൾ നെയിം. കളക്ഷൻ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ്. കളക്ഷൻ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. രണ്ടാമത്തെ പോയിന്റ് ഡിഫറെന്റ് ആയതിനാൽ നമുക്ക് മറ്റൊരു പോയിന്റ് എഴുതാം, ഹെറ്ററോജീനിയസ് ഡാറ്റ ടൈപ്പ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്, ഹെറ്ററോജീനിയസ്, യൂസർ ഡിഫൈൻഡ്. രണ്ടാമത്തെ ടോപ്പിക്. എങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക? സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് സിൻടാക്സ് ആണ്. ഇതാണ് സിൻടാക്സ്. സിൻടാക്സ് എന്താ? സിൻടാക്സ് സ്ട്രക്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം സ്ട്രക്ചർ എഴുതുക, ഒരു ടാഗ് നെയിം എഴുതുക. സ്ട്രക്ചർ നെയിം ഈസ് കോൾഡ് ടാഗ് നെയിം. എന്നിട്ട് എഴുതേണ്ടതെല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. എക്സാമ്പിൾ 1. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ട്രക്ചർ എഴുതാം. ഒരു സ്റ്റുഡൻറ് എന്നുള്ള സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ സ്ട്രക്ചർ സ്റ്റുഡൻറ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്തൊക്കെ എഴുതണം? ഇൻറ്റ് റോൾ നമ്പർ. ബേസിക് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ 3 കാര്യം പഠിച്ചാൽ മതി. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീച്ചറാണ്, ക്യാർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്, ഫ്ലോട്ട് മീൻസ് പോയിന്റ് വരുന്ന നമ്പർ. അപ്പൊ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 29.5 എന്നൊക്കെ വരുമോ? ഇല്ല. അപ്പൊ ഇൻറ്റീച്ചർ, ഇൻറ്റ് റോൾ നമ്പർ. നെയിം വേണം, ക്യാരക്ടർ, നെയിം ഓഫ് 20. ചുമ്മാ നെയിം എഴുതിയാൽ അതിൽ ഒരക്ഷരം മാത്രമേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ അക്ഷരങ്ങളുടെ കൂട്ടം വേണം. അതുകൊണ്ട് ക്യാർ, നെയിം ഓഫ് 20. മൂന്നാമത്തെ പാരാമീറ്റർ ഇൻറ്റ് ക്ലാസ് മതി. അവിടെ വൈൻഡപ്പ് ചെയ്യാം. ക്ലോസ് ചെയ്തു. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഏതെങ്കിലും വേറെ എക്സാമ്പിൾ. ടൈം വേണം. ടൈം ആണെങ്കിൽ സ്ട്രക്ചർ ടൈം. ടൈമിൽ എന്തൊക്കെ ഉണ്ടാവും? അവർ ഉണ്ടാവും, മിനിറ്റ് ഉണ്ടാവും, സെക്കൻഡ് ഉണ്ടാവും. ഇൻറ്റ് അവർ, HRS എഴുതി. മിനിറ്റിന് മിൻ എഴുതി. മൂന്നാമത്തെ പാരാമീറ്റർ സെക്കൻഡ്, സെക്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടാം. ടോപ്പിക് ഈസ് ഓവർ. വളരെ സിമ്പിൾ ആണ്. യെസ്, സെക്കൻഡ് ടോപ്പിക് ഈസ് ഓവർ. തേർഡ് ടോപ്പിക്, വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് മെമ്മറി അലോക്കേഷൻ. എങ്ങനെ സ്ട്രക്ചറിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം? സ്ട്രക്ചറിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വി ഹാവ് 3 മെത്തേഡ്സ്. നോട്ട് ചെയ്ത് വെക്കാം. ഓരോന്ന് ഓരോ കളറിൽ എഴുതാം. 3 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്ന ടാസ്ക് ഇത്രേ ഉള്ളൂ. സ്ട്രക്ചർ എഴുതാം. സ്ട്രക്ചർ എന്നുള്ളതിന് സ്ട്രക്ചർ എഴുതാം. ഒരു ടാഗ് നെയിം മെൻഷൻ ചെയ്യാം. ടാഗ് നെയിം കഴിഞ്ഞതിന് ശേഷം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. വേരിയബിൾ ഇത്രേ ഉള്ളൂ. സ്ട്രക്ചർ, ടാഗ് നെയിം, വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റുഡൻറ്റിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? സ്ട്രക്ചർ സ്റ്റുഡൻറ് S1. ഇങ്ങനെ കൊടുക്കുന്നതോട് കൂടെ ആ സ്റ്റുഡൻറ്റിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. S1 എന്നുള്ള ഒരു മെമ്മറി. ആ മെമ്മറി കൂടി ഒരുമിച്ച് പഠിക്കാം. S1 എന്നുള്ള മെമ്മറി. S1ന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ക്ലാസ് ഉണ്ട്. 3 സെക്ഷൻസ്. ഒരു 4 ബൈറ്റ് മെമ്മറി റോൾ നമ്പർ. അടുത്ത ബോക്സ് നെയിം ആണ്. നെയിമിന് 20 ബൈറ്റ്. ദെൻ 4 ക്ലാസ്സിന്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്, അല്ലെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. എന്നാ സെക്കൻഡ് മെത്തേഡ്സ്. കം ടു ദി സെക്കൻഡ് മെത്തേഡ്സ്. മറ്റൊരു കളർ. സെക്കൻഡ് മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. ആ സ്ട്രക്ചർ എന്നുള്ള വാക്ക് ഒഴിവാക്കുക. സ്ട്രക്ചർ എന്നുള്ള വാക്ക് ഒഴിവാക്കുകയാണെങ്കിൽ എന്താ വരാം? ടാഗ് നെയിം, വേരിയബിൾ. ടോപ്പിക് ഈസ് ഓവർ. വളരെ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ എഴുതാം. സ്റ്റുഡൻറ് S1 ആക്കണേയാകാം, അല്ലെങ്കിൽ ടൈമിന്റെ വേരിയബിൾ ഉണ്ടാക്കാം. ടൈം T1. അന്നേരം സ്പോട്ടിൽ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു T1 എന്നുള്ള ബോക്സ് ക്രിയേറ്റ് ചെയ്യും. T1ൽ ആരൊക്കെ ഉണ്ട്? അവർ, മിനിറ്റ്, സെക്കൻഡ്. HRS, മിനിറ്റ്, മിൻ. മൂന്നാമത്തെ പാരാമീറ്റർ സെക്കൻഡ്. ഇവിടെ 4 ബൈറ്റ് മെമ്മറി. പഠിക്കണേ. ഇൻറ്റിജറിന് 4 ബൈറ്റ് മെമ്മറിയാണ്, ക്യാരക്ടറിന് 1 ബൈറ്റ് മെമ്മറിയാണ്, ഫ്ലോട്ടിന് 4 ബൈറ്റ് മെമ്മറിയാണ്. അവിടെ അത് പൂർണ്ണമായി.
മൂന്നാമത്തെ സെക്ഷനാണ്, മൂന്നാമത്തെ മെത്തേഡാണ് അടിപൊളി ഒരു മെത്തേഡ്. ദാറ്റ് ഈസ് കോൾഡ് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ച് ടാഗ് നെയിം, സ്ട്രക്ച് ടാഗ് നെയിം എഴുതേണ്ടതെല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഒരു എക്സാമ്പിൾ ഇതാ. എവിടെ എക്സാമ്പിൾ? എക്സാമ്പിൾ എങ്ങനെ എഴുതാം? ഒരു വേരിയബിൾ ഏതെങ്കിലും ഇപ്പോൾ ഡേറ്റിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ച് ഡേറ്റ്. ഡേറ്റിൽ എന്തൊക്കെ ഉണ്ടാവാം? ഡേ ഉണ്ടാവും, മന്ത് ഉണ്ടാവും, അതേപോലെ ഇയർ ഉണ്ടാവും. ഡേ, മന്ത്, ഇയർ. ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പം ഇവിടെ വേരിയബിൾ ഉണ്ടാക്കുക DOB കൊണ്ട് ഉദ്ദേശിച്ച ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യും. 3 ബോക്സ് DOB. ഏതൊക്കെ ബോക്സാ? ഡേ, മന്ത് ആൻഡ് ഫൈനലി ഇയർ. എത്ര സൈസ്? 444. ടോപ്പിക്ക് സെറ്റ് അല്ലേ? മൂന്നാമത്തെ ടോപ്പിക് കഴിഞ്ഞു. അപ്പോൾ പഠിക്കേണ്ടത് സാറേ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലറേഷൻ അതിൻ്റെ കൂടെ മെമ്മറി അലോക്കേഷനും ഇല്ലേ? സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? അതൊന്ന് എഴുതി വെക്കാം. മെമ്മറി ഫോർ എ സ്ട്രക്ചർ ഈസ് അലോക്കേറ്റഡ്. മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു എപ്പം മാത്രം? only after വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ മാത്രം. ക്ലിയർ അല്ലേ? സോ നാലാമത്തെ ടോപ്പിക് ആക്സസിങ് സ്ട്രക്ചർ എലിമെന്റ്സ്. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക് വാല്യൂസ് ആക്സസ് ചെയ്യൽ എങ്ങനെ? ജസ്റ്റ് സിംഗിൾ പോയിന്റ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. എങ്ങനെ യൂസ് ചെയ്യുക? സ്ട്രക്ചറിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചറിന്റെ വേരിയബിൾ ഡോട്ട്സ് മെമ്പർ. ഉള്ളിലത്തെ ഡാറ്റ മെമ്പർ തീർന്നു. സെമിക്കോള എന്താണ് ആക്സസ്? ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. സി ഔട്ട്സ് S1 എന്നുള്ളതാണ് വേരിയബിൾ എങ്കിൽ S1 ഡോട്ട് നെയിം. എനിക്ക് ക്ലാസ് നമ്പർ ക്ലാസ് 12 ആണ്. അപ്പം എങ്ങനെ എഴുതാം? S1 ഡോട്ട് ക്ലാസ് ഈക്വൽ ടു 12. എന്തു എഴുതാം? പക്ഷെ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കൂടെ ഒട്ടിപ്പിടിച്ച് നമ്മുടെ ഡോട്ട് ഓപ്പറേറ്റർ വരും. ഒട്ടിപ്പിടിച്ച് എൻ്റെ ഫീസ് അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഡേറ്റ് അല്ലേ, അല്ലെങ്കിൽ ഇയർ 2025 എന്ന് വരണം. 2025 എന്ന് പറഞ്ഞെങ്കിൽ ഡേറ്റിൻ്റെ വേരിയബിൾ ആലോചിക്കാം. D1 ആണെങ്കിൽ D1 ഡോട്ട് ഇയർ ഈസ് ഈക്വൽ ടു 2025. എല്ലാ പ്രോസസ്സും നടക്കും. കൂടെ ആര് വേണം? ഒട്ടിപ്പിടിച്ച് ഡോട്ട് ഓപ്പറേറ്റർ വേണം. സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ അത് മറ്റൊരു സെക്ഷനാണ്. അതായത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം വേരിയബിൾസിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യണം. ഒരുമിച്ച് അസൈൻ ചെയ്യാം. ആ മെത്തേഡ് എന്ന് പറഞ്ഞ പേരാണ് ഇനീഷ്യലൈസേഷൻ. ഞാൻ കാണിച്ചു തരാം. സ്ട്രക്ചർ സ്റ്റുഡൻസ് ഇൻറ്റ് അഡ്മിഷൻ നമ്പർ ക്യാർ നെയിം ഓഫ് 20 ക്യാർ ബാച്ച് ഓഫ് 20 ഫ്ലോട്ട് ഫീസ്. ഇവിടെ സെമിക്കോളട്ട്. ഇതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് പറയടാ, ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇതിൻ്റെ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സ്റ്റുഡൻറ്റിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റ് S1 എന്നുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. സ്റ്റുഡൻറ്റ് S1. അന്നേരം സ്പോട്ടിൽ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു വലിയ ബോക്സ് പോകും. S1 എന്നുള്ള ബോക്സാണ് പോവുക. ആ S1ൽ ആരൊക്കെ ഉണ്ട്? അഡ്മിഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ ആദ്യം അഡ്മിഷൻ നമ്പർ. അടുത്തത് എന്തുണ്ട്? നെയിം ഉണ്ട്. നെയിമിൻ്റെ സൈസ് 20 ആണ്. നെയിം. അടുത്തത് എന്തുണ്ടടാ? ബാച്ച് ഉണ്ട് 20. ബാച്ച് 20. ദെൻ ഫീസ് ഉണ്ട് 4. ഇതിങ്ങൾക്ക് ഒരുമിച്ച് വാല്യൂസ് കൊടുക്കണം. ഞാൻ സെപ്പറേറ്റ് കൊടുക്കാം. അപ്പം എൻ്റെ പേര് ജസീം. അപ്പോൾ S1 ഡോട്ട് നെയിം ഈക്വൽ ടു ജസീം. എൻ്റെ ബാച്ച് കമ്പ്യൂട്ടറാണ്. അപ്പോൾ S1 ഡോട്ട് ബാച്ച് ഈക്വൽ ടു കമ്പ്യൂട്ടർ. S1 ഡോട്ട് ഫീസ് ഈക്വൽ ടു 1000. അങ്ങനെ എഴുതുന്നതിന് പകരം ജസ്റ്റ് S1 ഈസ് ഈക്വൽ ടു വാല്യൂസ് നിരത്തി പറയാം. അഡ്മിഷൻ നമ്പർ എഴുതാം 101. എന്തെങ്കിലും പേര് അനന്യ. എന്തെങ്കിലും ഒരു പേര് അനന്യ. ബാച്ച് ഉള്ളത് കൊമേഴ്സ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ അല്ലേ? കോമഡ. ദെൻ ഫീസ് 1000 റുപ്പീസ്. ഇതേപോലെ ഒരൊറ്റ ലൈനിൽ കംപ്ലീറ്റ് വാല്യൂസ് അസൈൻ ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് സ്ട്രക്ചർ ഇനീഷ്യലൈസേഷൻ. യെസ്. ഇപ്പോൾ അടുത്ത ടോപ്പിക്ക് നെസ്റ്റഡ് സ്ട്രക്ചറാണ്. എന്താ ഈ നെസ്റ്റഡ് സ്ട്രക്ചർ? നമ്മൾ +1 കേട്ട് പരിചയമുണ്ട്. നെസ്റ്റഡ് ഈഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഈഫ്.
അപ്പം നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ്. അപ്പം നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ. എ സ്ട്രക്ചർ ഈസ് പ്ലേസ്ഡ്, വെച്ചിരിക്കുന്നു. എവിടെ? ഇൻസൈഡ് അനദർ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. നിർബന്ധമായിട്ട് എക്സാമ്പിൾ പഠിക്കണം. എന്താ എക്സാമ്പിൾ നോക്കാം. സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് കേട്ട് പരിചയമുണ്ട്. സ്റ്റുഡൻ്റ് എന്ന സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ? സ്റ്റുഡൻ്റ് എന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അതിൽ എന്തൊക്കെ ഉണ്ടടാ? അഡ്മിഷൻ നമ്പർ, അഡ്മിഷൻ നമ്പർ, നെയിം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഏതാ സ്ട്രക്ചർ? ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം. ഡേ ഉണ്ടാവും, മന്ത് ഉണ്ടാവും, ഇയർ ഉണ്ടാവും. അപ്പോൾ ഡേ, മന്ത്, ഇയർ അതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, DT. അപ്പോൾ ആ DT കഴിഞ്ഞ് ഫീസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടാവുക ഒന്ന് നോക്കി നോക്കാം. അഡ്മിഷൻ നമ്പർ ഉണ്ട്, അതേപോലെ നെയിം ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഒരു പുതിയൊരു പാരാമീറ്റർ DTൻ്റെ ഉള്ളിൽ 3 റൂമുകൾ. ഏതൊക്കെ? ഡേ, മന്ത്, ഇയർ, എന്നിട്ട് ഫീസ്. അപ്പോൾ ഈ സ്റ്റൈലിലാണ് ഇതിൻ്റെ മെമ്മറി മാപ്പ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും 2 ഡോട്ട് ഓപ്പറേറ്റർ വേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വേരിയബിൾ ST ഡോട്ട് അഡ്മിഷൻ നമ്പർ, ST ഡോട്ട് നെയിം, ST ഡോട്ട് DT ഡോട്ട് ഡേ. നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ 2 ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അപ്പോൾ അവിടെ ക്ലിയർ ആയില്ല. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇതെന്താ സംഭവം? ഇതേ ഉള്ളിലെഴുതിയ നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ മറ്റൊരു രൂപമാണ്. ഉള്ളിലെഴുതിയ സ്ട്രക്ചറിനെ പുറത്ത് ഡിഫൈൻ ചെയ്യുക. പുറത്ത് ഡിഫൈൻ ചെയ്താൽ ഇതിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ ഇതും എന്ത് തന്നെയാണ്? നെസ്റ്റഡ് സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്താലും അതിനെന്ത് പറയാം? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയാം. ഇതോടുകൂടെ നമ്മുടെ സ്ട്രക്ചർ എന്നുള്ള പാർട്ട് പൂർണ്ണമാവുകയാണ്. ഇനി നമ്മൾ പോയിന്റേഴ്സ്, അതിൻ്റെ തൊട്ട് മുമ്പേ കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റാക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അറേ വേഴ്സസ് സ്ട്രക്ചർ. 4 പോയിന്റ്സ് ആണ് പഠിക്കേണ്ടത്. 4 പോയിന്റ്സുകൾ. ഏതൊക്കെ 4 പോയിന്റ്സാണ് പഠിക്കേണ്ടത്? അറേ എന്ന് പറഞ്ഞാൽ ആരാ? ഒരേപോലെയുള്ള സാധനമാണ്. കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ സ്ട്രക്ചർ എന്താ? ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. ഹോമോജീനിയസ് ആണ്, ഹെട്രോജീനിയസ് ആണ്. ഇത് ഡിറൈവ്ഡ് ആണ്, ഇത് യൂസർ ഡിഫൈൻഡ് ആണ്. നാലാമത്തത് സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യാൻ, അറേനെ ആക്സസ് ചെയ്യാൻ സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്റർ ആണ്. ഇതാ പിടിച്ചോ 4 പോയിന്റ്. ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ്, സെയിം ടൈപ്പ്, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ്. ആക്സസ് ചെയ്യുന്ന സബ്സ്ക്രിപ്റ്റ്, ഡോട്ട് ഓപ്പറേറ്റർ. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചർ. അറേൻ്റെ ഉള്ളിൽ മറ്റൊരു അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് വിത്ത് എ ഫോളോയിങ് ഫീൽഡ്, റോൾ നമ്പർ, നെയിം, ബാച്ച്, സ്കോർ. എങ്ങനെ ഇതാ? സ്റ്റുഡൻറ്റ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. റോൾ നമ്പർ വേണം, ഇൻറ്റ് റോൾ നമ്പർ. ഇനി എന്താ വേണ്ടേ? നെയിം വേണം, ക്യാരക്ടർ നെയിം ഓഫ് 20. ബാച്ച് വേണം, ക്യാരക്ടർ ബാച്ച് ഓഫ് 20. ഇനി വേണ്ടത് സ്കോർ ആണ്, ഇൻറ്റ് സ്കോർ. അവിടെ പൂർണ്ണമായി ഇതാ തീർന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉള്ളിൽ. യെസ്, ഇത് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉള്ളിൽ ഈക്വൽ ടു വന്നാൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഈക്വൽ ടു വരാൻ പാടില്ല. കാണ്ട് ഇനീഷ്യലൈസ്, ഉള്ളിൽ വാല്യൂസ് കൊടുക്കാനേ പാടില്ല. കാണ്ട് ഇനീഷ്യലൈസ് വാല്യൂസ് ഇൻസൈഡ് ദി സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വാല്യൂസ് കൊടുക്കാനേ പാടില്ല. ലാസ്റ്റ് വൺ, ഇവിടെ സെമിക്കോളം മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ഓഫ് സെമിക്കോളം. ഈ 2 എററാണ് ഇതിലുള്ളത്. മിസ്സിംഗ് ഓഫ് സെമിക്കോളൻ. എന്നാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫൈൻ എ സ്ട്രക്ചർ എംപ്ലോയി. അപ്പോൾ സ്പോട്ടിൽ എഴുതാം സ്ട്രക്ചർ എംപ്ലോയി എന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. എന്തൊക്കെ വേണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്തൊക്കെ വേണം? വിത്ത് ദ ഡീറ്റെയിൽസ്. എംപ്ലോയി കോഡ് വേണം, ഇൻറ്റ് എംപ്ലോയി കോഡ്സ്. ഇനി എന്താ വേണ്ടത്? നെയിം വേണം, നെയിം. അപ്പോൾ ക്യാരക്ടർ നെയിം ഓഫ് 20. അപ്പോൾ നെയിമായി. ഡേറ്റ് ഓഫ് ജോയിനിങ്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ ആണ്. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ആണ്. നെസ്റ്റഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചർ ഡേറ്റ്. ഇതിൽ എന്തൊക്കെ വേണം? ഡേ വേണം അല്ലേ? ഇൻറ്റ് ഡേ വേണം, മന്ത് വേണം, ഇയർ വേണം. എന്നിട്ട് അവസാനത്തിൽ ഡേറ്റ് ഓഫ് ജോയിനിങ്, DOJ. ഡേറ്റ് ഓഫ് ജോയിനിങ് ആയി. ഡെസിഗ്നേഷൻ വേണം, ക്യാരക്ടർ ഡെസിഗ്നേഷൻ ഓഫ് 20 അല്ലേ? ദെൻ ലാസ്റ്റ് വൺ ഈസ് ബേസിക് പേ, സാലറി അല്ലെങ്കിൽ ഇൻറ്റ് ബേസിക്. പൂർണ്ണമായി. ഇതോടുകൂടെ സ്ട്രക്ചർ എന്നുള്ള പാർട്ട് അതിമനോഹരമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സെക്ഷൻ
പോയിന്റേഴ്സ് അല്ല കീവേഡ്സ്. കീവേഡ് യൂസ്ഡ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള കീവേഡ് എന്താ? സ്ട്രക്ച്. ആക്സസിങ് സ്ട്രക്ചർ എലമെന്റ്സ് യൂസിങ് ഡാഷ് ഓപ്പറേറ്റർ. എന്ത് ഓപ്പറേറ്ററാ? ഡോട്ട് ഓപ്പറേറ്റർ. സോ നമ്മളെ സ്ട്രക്ചർ എന്നുള്ള പാർട്ട് ഇവിടെ പൂർണ്ണമായി. ഇനി നമ്മൾ പോകുന്നത് പോയിന്റേഴ്സിന്റെ ലോകം. എന്താ പോയിന്റർ? വാട്ട് യു മീൻ ബൈ പോയിന്റർ? പോയിന്റർ ഈസ് എ വേരിയബിൾ ആണ്, ഒരു പാത്രമാണ്. ഈസ് എ വേരിയബിൾ. അതിൽ എന്താ ഉണ്ടാവുക? മറ്റൊരാളുടെ അഡ്രസ് ദാറ്റ് കണ്ടെയ്ൻ അല്ലെങ്കിൽ ദാറ്റ് ഹോൾഡ് അല്ലെങ്കിൽ കണ്ടെയ്ൻ അല്ലെങ്കിൽ സ്റ്റോർ, ഏതെങ്കിലും ഒരു വാക്ക് പഠിച്ചു വെക്കാം. കണ്ടെയ്ൻ ഓർ സ്റ്റോർ അഡ്രസ് ഓഫ്, അഡ്രസ്സാണ്, അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. മറ്റൊരാളുടെ അഡ്രസ് അടങ്ങിയിരിക്കുന്ന വേരിയബിളിനെ പറഞ്ഞ പേരാണ് പോയിന്റർ. പോയിന്റർ കണ്ടെയ്ൻ ടു ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് ഓപ്പറേറ്റർ ഈസ് ആംബ്രസൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അഡ്രസ് കീപ്പ് ചെയ്യൽ മാത്രം. രണ്ടാമത്തെ ഓപ്പറേറ്ററാണ് സ്റ്റാർ. സ്റ്റാറിന്റെ അർത്ഥമാണ് വാല്യൂ അച്ച്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് ഇൻഡയറക്ഷൻ, അതുമല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേര് ഡി റെഫറൻസ് ഓപ്പറേറ്റർ. അപ്പം 3 കാര്യമാണ് ഈ ഒരൊറ്റ സ്ലൈഡിൽ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ 6ാമത്തെ ടോപ്പിക് അല്ലെങ്കിൽ പോയിന്റേഴ്സിന്റെ 1ാമത്തെ ടോപ്പിക്കിൽ 3 കാര്യം പഠിക്കേണ്ടത്. ഡെഫിനിഷൻ, ആംബ്രസൻ, സ്റ്റാർ. 2ാമത്തെ ടോപ്പിക് പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഡിക്ലറേഷൻ ഓഫ് പോയിന്റർ. പോയിന്റർ ഡിക്ലെയർ സാധാരണ ഒരു വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ സെയിം ടൈപ്പ് ഡാറ്റ ടൈപ്പ് ചെയ്താൽ മുമ്പിൽ ഒരു സ്റ്റാർ ഇടണം, വേറൊരു പ്രത്യേകത ഇല്ല. എക്സാമ്പിൾ പിടിച്ചോ, ഇൻറ്റ് സ്റ്റാർ പി. ഇത് ഇൻറ്റീജർ പോയിന്റർ ആണ്. ഇൻറ്റീജർ പോയിന്ററിന്റെ പ്രത്യേകത എന്താ? ഇൻറ്റീജർ പോയിന്ററിന്റെ പ്രത്യേകത അതിൽ ഇൻറ്റീജർ വേരിയബിൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൻറ്റീജർ പോയിന്ററിൽ ആരുടെ അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻറ്റീജറിൻ്റെ. അങ്ങനെ തന്നെ പഠിക്കാം. ക്യാരക്ടർ പോയിന്ററിൽ ആരുടെ അഡ്രസ്സ് മാത്രം ഉണ്ടാവുക? ഒരു ക്യാരക്ടർ വേരിയബിളിൻ്റെ. ക്യൂ എന്നുള്ളത് ക്യാരക്ടർ പോയിന്ററാണ്. ക്യൂ ഈസ് എ ക്യാരക്ടർ പോയിന്റർ വിച്ച് കണ്ടെയ്ൻ, അതിൽ അടങ്ങിയിരിക്കുന്നു അഡ്രസ് ഓഫ് എ ക്യാരക്ടർ വേരിയബിൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് വേരിയബിൾ ആണോ അതിൻ്റെ അഡ്രസ്സാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതേ ടൈപ്പ് തന്നെ ആവണം പോയിന്ററും. ഇൻറ്റീജർ വേരിയബിൾ ആണെങ്കിൽ ഇൻറ്റീജർ പോയിന്റർ, ക്യാരക്ടർ വേരിയബിൾ ആണെങ്കിൽ ക്യാരക്ടർ പോയിന്റർ, ഫ്ലോട്ടിംഗ് വേരിയബിൾ ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റർ. എങ്ങനെ ഫ്ലോട്ടിംഗ് പോയിന്റർ ഉണ്ടാക്കുക? ഫ്ലോട്ട് സ്റ്റാർ P2 ഫ്ലോട്ടിംഗ് പോയിന്റർ ആണ്. ഇപ്പോൾ P2 ഫ്ലോട്ടിംഗ് പോയിന്റർ ആണ്. P2ൽ എന്തുണ്ടാവുക? അഡ്രസ് ഓഫ് ഫ്ലോട്ടിംഗ് വേരിയബിൾ. ഒരു ഫ്ലോട്ടിംഗ് വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് P2. സോ തേർഡ് ടോപ്പിക്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, തേർഡ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെമ്മറി അലോക്കേഷൻ. 2 ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ആണ്. ഒന്ന് സ്റ്റാറ്റിക്കും, രണ്ടാമത്തെ ഡൈനാമിക്കും. സ്റ്റാറ്റിക്കിൻ്റെ പ്രത്യേകത എന്താ? ഫിക്സഡ് ആയി കിടക്കുന്ന മെമ്മറിയാണ്, ഫിക്സഡ് മെമ്മറിയാണ്. അപ്പം മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ബിഫോർ ദ എക്സിക്യൂഷൻ ആണ്, മറ്റത് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ആണ്. ബിഫോർ എക്സിക്യൂഷൻ, ഡ്യൂറിങ് എക്സിക്യൂഷൻ. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്ററും ഇല്ല മെമ്മറി ഉണ്ടാക്കാൻ. നോ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി അലോക്കേഷൻ. എന്നാൽ ഇവിടെ ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി അലോക്കേഷൻ. മെമ്മറി ഉണ്ടാക്കാൻ ന്യൂ വേണം, ഉണ്ടാക്കിയ മെമ്മറിനെ ഒഴിവാക്കാൻ ഡിലീറ്റ് വേണം. ഇവിടെ ഡിലീറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി ഡിഅലോക്കേഷൻ. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളും ഇവിടെ ഇല്ല. നോ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി ഡിഅലോക്കേഷൻ. നിർബന്ധമായിട്ടും സ്റ്റാറ്റിക്കും ഡൈനാമിക്കും, നമ്മൾ +1 പഠിച്ചത് സ്റ്റാറ്റിക് ആണെങ്കിൽ ഡൈനാമിക്കിൻ്റെ ഓർത്ത് വെക്കേണ്ടത് ഈ ചാപ്റ്ററിലുള്ളതാണ്. ദാറ്റ് ഈസ് പോയിന്റർ നിർബന്ധമാണ്, പോയിന്റർ ഈസ് എസെൻഷ്യൽ ആണ്. ഇവിടെ നോ നീഡ് ഓഫ് പോയിന്റർ, നോട്ട് നീഡഡ്. ടോപ്പിക് ഈസ് ഓവർ. ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഒരു ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ചുമ്മാ ഇൻറ്റീജർ വേരിയബിൾ ഇൻറ്റ് എ. ഇത് സ്റ്റാറ്റിക് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡൈനാമിക് എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ന്യൂ ഇഞ്ച്, ഒരു പുതിയ ഇൻറ്റീജർ ഉണ്ടാക്കണം. ആ പുതിയ ഇൻറ്റീജർ ഉണ്ടാക്കുമ്പോൾ ആ പോയിന്റർ എന്ത് ടൈപ്പ് തന്നെ ആവണം? ഇൻറ്റീജർ പോയിന്റർ ആക്കണം. അന്നേരം എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ന്യൂ ഇഞ്ച്. എനിക്ക് വേണ്ടത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10. ഇതെങ്ങനെയാണ് ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക? എഴുതുന്ന സ്റ്റൈൽ നോക്കിക്കോ. ഇൻറ്റിജർ പോയിന്റർ തന്നെയാണ്. P2 ഈസ് ഈക്വൽ ടു ന്യൂ ഇഞ്ച്, ബ്രാക്കറ്റിൽ 10 കൊടുക്കാം, സാധാ ബ്രാക്കറ്റ് കൊടുക്കാം, പാരന്തസിസ് കൊടുക്കാം. എന്നാൽ മൂന്നാമത്തെ സെക്ഷൻ ആണ്, നമുക്ക് എന്ത് ചെയ്യാം? ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. അറേ എക്സ് ഓഫ് 10. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡൈനാമിക് ഇങ്ങനെയാണ്. ഇൻറ്റ് സ്റ്റാർ P3 ഈക്വൽ ടു ന്യൂ ഇഞ്ച്, ഒരു വേരിയബിൾ അല്ല 10 വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഓഫ് 10. അവിടെ പൂർണ്ണമായി, വളരെ സിമ്പിളായി തീർന്നു. അപ്പോൾ ഇത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സാറേ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക? ആദ്യത്തെ വേരിയബിൾ ഒരൊറ്റ വേരിയബിൾ ഉള്ളൂ, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ, ഡിലീറ്റ് P. രണ്ടാമത്തത് ഒരു വേരിയബിൾ ഉള്ളൂ, അതും P2.
മൂന്നാമത്തത് 10 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ 10 P3. എങ്ങാനോ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയാൽ it leads to memory leakage. If the dynamically created memory is not deallocated, dynamic ആയിട്ട് ക്രിയേറ്റ് ചെയ്ത മെമ്മറി, അൺവാണ്ടഡ് മെമ്മറി is not freed. ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി, യൂസിങ് ഡിലീറ്റ് ഓപ്പറേറ്റർ, യൂസിങ് ദ ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് മറന്നുപോയാൽ ഈ വേസ്റ്റേജ് ഓഫ് മെമ്മറി ഈസ് ഓക്കേഡ്. ദാറ്റ് മെമ്മറി ഈസ് കോൾഡ് മെമ്മറി വേസ്റ്റേജ് അല്ലെങ്കിൽ മെമ്മറി ലീക്കേജ്. നാലാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നാലാമത്തെ ടോപ്പിക്കിൻ്റെ പ്രത്യേകത ഒരൊറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. അതിൽ 4 ഓപ്പറേറ്റേഴ്സ് ആണ്. 4 ഓപ്പറേറ്റേഴ്സ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ പ്ലസും മൈനസും, റിലേഷണൽ ഓപ്പറേറ്ററിൽ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു, ഈ 4 ഓപ്പറേറ്റേഴ്സ് മാത്രമാണ് ഇതിലുള്ളത്. സോ കം ടു ടോപ്പിക് നമ്പർ 5. ടോപ്പിക് നമ്പർ 5ൻ്റെ പ്രത്യേകത അറേ ആൻഡ് പോയിന്റർ ആൻഡ് അറേ. എന്താ പോയിന്ററും അറേയും തമ്മിലുള്ള ബന്ധം? അറേൻ്റെ പേര് തന്നെ, അറേ നെയിം ഇറ്റ്സെൽഫ് എ പോയിന്റർ. അറേയുടെ പേര് തന്നെ പോയിന്ററാണ്. Array name itself a pointer. That is array name contain base address. Base address. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ദ പോയിന്റർ ആൻഡ് അറേ. ഒരൊറ്റ പ്രോബ്ലം. ജസ്റ്റ് ഇഞ്ച് a of 5 is equal to എന്തെങ്കിലും ഒരു വാല്യൂസ് തന്നു, 9214 എന്ന് എഴുതി. ഇന്നേരം ചെയ്യേണ്ട ടാസ്ക് ഒരു ബോക്സ് ഇതേപോലെ വരക്കാം. 9214 ദാ 9214 എന്ന് എഴുതാം. ഇത് ബോക്സ് 0 1 2 3 4 ആണ്. ബോക്സിന് മൊത്തത്തിൽ പേര് എ ആണ്. ഓരോ മെമ്മറിക്കും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. 1000, ഇത് 1004, 1008, 1012, 1016. ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ടാപ്പ്. Array name itself a pointer. That means array name contain base address. C out A എന്ന് പറഞ്ഞാൽ arrayന്റെ പേരാണ്, array name ആണ്. Array name contain base address. First address is called base address. So the answer is 1000. ചുമ്മാ അടുത്ത കേസ് സി ഔട്ട് സ്റ്റാർ എ എന്ന് കൊടുത്ത്, സ്റ്റാറിൻ്റെ അർത്ഥം വാല്യൂ അച്ച് എന്നാണ്. സ്റ്റാറിൻ്റെ അർത്ഥം വാല്യൂ അച്ച് എന്നാണ്. വാല്യൂ അച്ച് എ എന്ന് പറഞ്ഞാൽ 1000. വാല്യൂ അച്ച് 1000 എന്ന് പറഞ്ഞാൽ 1000ലുള്ള വാല്യൂ, 1000ലുള്ള വാല്യൂ ആരടാ? 9. ചുമ്മാ അടുത്ത ക്വസ്റ്റ്യൻ സി ഔട്ട് A+2 എന്ന് കൊടുത്ത്, A+2 എന്ന് കൊടുത്താൽ എന്താ? എ എന്ന് പറഞ്ഞാൽ എത്ര? 1000. 1000 + 2 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് സാധാ 2 അല്ല, അഡ്രസ്സിൻ്റെ പോരാട്ടമാണ്. അഡ്രസ്സിൻ്റെ പോരാട്ടത്തിൽ 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസാണ് കൂടുക. അപ്പോൾ 2 ആഡ് ചെയ്യുക എന്നാണ് സൈസ്. 2 × 4, സൈസ് ഇൻറ്റീജറിൻ്റെ സൈസ് 4 ആണ്. സോ ആൻസർ ഈസ് 1008. എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സി ഔട്ട് സ്റ്റാർ ഓഫ് A+2 എന്ന് തന്നാൽ 1008ലുള്ള വാല്യൂ അറ്റ് 1008. വാല്യൂ അറ്റ് 1008 എന്ന് പറയുമ്പോൾ 1008ലുള്ള വാല്യൂ ആൻസർ ഈസ് 1. സോ 6th ടോപ്പിക് പോയിന്റർ ആൻഡ് സ്ട്രിങ്. സ്ട്രിങ് ഈസ് എന്താ? സ്ട്രിങ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആണ്. ഡബിൾ കോഡ്സ് ഇട്ട് എഴുതുന്നതിനെ പറഞ്ഞ പേരാണ് സ്ട്രിങ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ, ഒരു ക്യാരക്ടർ സ്ട്രിങ് ആണ്. STR then char STR ഈക്വൽ ടു ഹലോ അല്ലെ, ഈക്വൽ ടു ഹലോ. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇനി അതല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള എങ്ങനെ എഴുതാം? ക്യാരക്ടർ സ്റ്റാർ കൺട്രി ഈക്വൽ ടു ഡബിൾ കോട്ടിൽ ഇന്ത്യ. ദ ലാസ്റ്റ് ടോപ്പിക്, ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ടോപ്പിക്കാണ് പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, ആ സ്ട്രക്ചറിന് ഒരു പോയിന്റർ ഡിഫൈൻ ചെയ്തു. ദാ ന്യൂ എംപ്ലോയി. ഇങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂസ് ആക്സസ് ചെയ്യണമെങ്കിൽ നേരത്തെ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ ഡോട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ ഇവിടെ ആക്സസ് ചെയ്യുന്നത് യൂസിങ് ആരോ ഓപ്പറേറ്റർ ആണ്. എന്താടാ? യൂസിങ് ആരോ ഓപ്പറേറ്റർ. ദ ലാസ്റ്റ് വൺ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിൻ്റെ ഇതാ കണ്ടോ, എംപ്ലോയി എന്നുള്ള സ്ട്രക്ചറിൻ്റെ തന്നെ പോയിന്റർ. വെൻ എ മെമ്പർ ഓഫ് എ സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ ഒരു മെമ്പർ ഈസ് എ പോയിന്റർ ആണ്. വെൻ എ അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ എലമെന്റ്, സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് ഈസ് എ പോയിന്റർ ടു ദി സെയിം സ്ട്രക്ചർ ഇൻ സെൽഫ്. അല്ലെങ്കിൽ വെൻ എ മെമ്പർ ഓഫ് എ സ്ട്രക്ചറിൻ്റെ ഉള്ളിലത്തെ ഒരു മെമ്പർ ഈസ് എ പോയിന്റർ ടു ദി സെയിം സ്ട്രക്ചർ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന പ്രതിഭാസത്തിന് പറഞ്ഞ പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഇതോടുകൂടെ ചാപ്റ്റർ പൂർണ്ണമാവാണ്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് സെറ്റാക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ് ഈസ് നോൺ ആസ്. ഒരു മെമ്മറിയുടെ ആദ്യത്തെ അഡ്രസ്സിനെ പറയുന്ന പേരാണ് ബേസ് അഡ്രസ്. ഫസ്റ്റ് അഡ്രസ് ഈസ് കോൾഡ് ബേസ് അഡ്രസ്.
വാട്ട് ഡസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് മീൻസ്? ബോക്സ് സ്ക്വയർ ബോക്സ് ആണ്. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ് ആൻ അറേ, ക്രിയേറ്റ് ആൻ ഇൻറ്റിജർ അറേ. ഇൻറ്റിജർ അറേ ആണ് ഓഫ് സൈസ് 10. ഇതാണ് ഇതിൻ്റെ അർത്ഥം. റൺ ടൈം മെമ്മറി അലോക്കേഷൻ, റൺ ടൈം അപ്പോൾ ഡൈനാമിക് ആണ്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി ഉണ്ടാക്കാനാണ്. മെമ്മറി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ന്യൂ ഓപ്പറേറ്റർ. സോ നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. 4 പോയിന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടേബിളായിട്ട് ഡിസ്കസ് ചെയ്ത 4 പോയിന്റ്സ് തന്നെയാണ്. യെസ്, റൈറ്റ് ദ യൂസ് ഓഫ് സ്റ്റാർ ആൻഡ് ആംബ്രസൻറ്റ്. സ്റ്റാറിൻ്റെ അർത്ഥമാണ് വാല്യൂ അറ്റ്, ആംബ്രസൻറ്റിൻ്റെ അർത്ഥമാണ് അഡ്രസ് ഓഫ്, അഡ്രസ് ഓഫ്. സോ നമ്മുടെ ചാപ്റ്റർ 1 ഈസ് ഓവർ.